ഹായ് ഫ്രണ്ട്സ്, അബീസ് വേൾഡ് വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ വീഡിയോയുടെ ബാക്കി തുടർച്ചയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. ഈ സെക്ഷൻ എന്ന് പറയുന്നത് നമ്മളെ വെള്ളത്തിലും കരയിലും ജീവിക്കുന്ന ജീവികളെ കുറിച്ചിട്ടാണ് കേട്ടോ നമ്മൾ കാണാൻ പോകുന്നത്. പിന്നീട് അങ്ങോട്ട് മീനിനെ കുറിച്ചിട്ടാണ് കേട്ടോ നമ്മൾ കാണാൻ പോകുന്നത്. അതിലിതാ അറേബ്യൻ ഹിമാരി എന്ന് പറഞ്ഞൊരു മീൻ, അതുപോലെ തന്നെ വലുതും ചെറുതുമായിട്ടുള്ള പല തരത്തിലുള്ള മീനുകളെ കുറിച്ചിട്ട് ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. ഇതാ നമ്മുടെ ഇമ്മാനും നോക്കി നിൽക്കുക, വല്ല മീനും കിട്ടുമോ എന്നുള്ള പ്രതീക്ഷയിലാണ് അവൻ നിൽക്കുന്നത്. ഇവിടെ ഒരു ഓന്തി ഇനത്തിൽപ്പെട്ടിട്ടുള്ള ഒരു തരം ജീവിയാണ് കേട്ടോ. അതിനെക്കുറിച്ച് അവിടെ ഡീറ്റെയിൽ ഒന്നും കണ്ടില്ല. ഇവിടെ തേളുകളെ കുറിച്ചിട്ടാണ് പിന്നീട് പറയുന്നത്. അതുപോലെ തന്നെ ചെറുതും വലുതായിട്ടുള്ള പല സൈസുകളിലും നമുക്ക് കാണാം കേട്ടോ അവിടെ. പിന്നെ പച്ചത്തുള്ള എന്ന് പറയും നമ്മുടെ നാട്ടിലുള്ള പുൽച്ചാടി, ക്രിക്കറ്റ്സ്, അതിനെ അവിടെ കാണാൻ സാധിച്ചിട്ടാ. അതിൻ്റെ ഇടയിൽ തന്നെ പിന്നെ പ്രാണി ഐറ്റംസിൽ പെടുന്നതാണ് നമ്മളെ വണ്ടുകൾ, ചെറുവണ്ടുകൾ, അതുപോലെ തന്നെ ബക്സ്, ലേഡി ബേഡ്സ് എന്നൊക്കെ പറയുന്നത് പോലെ. അടുത്തതായി നമുക്ക് കാണാൻ പോകുന്നത് പക്ഷികളുടെ ഒരു ലോകത്തേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ഇവിടെ പലതരം വെറൈറ്റി പക്ഷികളെ നമുക്ക് കാണാം കേട്ടോ. അതും നമുക്ക് ലൈവായിട്ട് നമ്മളെ മുന്നിലൂടെയും പിന്നിലൂടെയും മേലേക്കൂടെ ഒക്കെ പറന്നു പോകുന്നതായിട്ട് നമുക്ക് കാണാം കേട്ടോ. ഇവിടെ പക്ഷികൾ എന്ന് പറയുന്നത് അറേബ്യൻ പാട്രിച്ച് ആൻഡ് സിറിയൻ, വൈറ്റ് സിറിയൻ ആൻഡ് വൈറ്റ് ഇയർ ആൻഡ് വാക്സ്വിൽ ആൻഡ് ബുൾബുൾ, വുഡ് പിക്കർ, അതുപോലുള്ള വെറൈറ്റികൾ നമുക്ക് കാണാം കേട്ടോ. പിന്നെ നമുക്ക് പ്രാവ്, അതെ പീജിയൻ്റെ പല വെറൈറ്റികളുണ്ട്. അതുപോലെ പ്രാവ് എന്ന് തോന്നിക്കുന്ന പക്ഷികളും ഉണ്ട് കേട്ടോ. അതുപോലെ ഇവിടെ നമ്മളെ ഫ്ലെമിംഗോനെ കാണാം കേട്ടോ. നല്ല അവരൊരു ജോഡിയാന്ന് തോന്നുന്നു കണ്ടിട്ട്. പക്ഷികൾക്ക് കുടിക്കാനായിട്ട് ഇവിടെ ആർട്ടിഫിഷ്യലായിട്ടുള്ളൊരു വാട്ടർ പൗണ്ട് ഉണ്ട് കേട്ടോ. അതുപോലെ ഇതിൻ്റെ ഉള്ളിലായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന പ്ലാന്റുകളെ കുറിച്ചിട്ടാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും അവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കുട്ടികളിങ്ങനെ ഓടി വരുന്നുണ്ട് കേട്ടോ. എന്താ സംഭവം എന്നറിയില്ല. അപ്പോൾ ഇമ്പളെ ഉമ്മാനും അവരുടെ പിന്നാലെ ഓടാൻ നിന്നപ്പോൾ അവരപ്പം കൈ പിടിച്ചു. നമ്മൾ ഒരു ഇരുട്ടിലേക്കാണ് കേട്ടോ പോകുന്നത്. ഇരുട്ട് കണ്ടിട്ടാണോ അവർ ഭയന്ന് ഓടിയതെന്ന് അറിയില്ല. അടുത്ത് ചെന്നപ്പോഴാണ് സംഗതി മനസ്സിലായത് ഇവരെന്തിനാ ഓടിയത് എന്നുള്ളത്. ബാറ്റ്സ്, വവ്വാലുകളെ കണ്ടിട്ടാണ് അവർ ഓടിയത്. 2 ഭാഗങ്ങളിലായിട്ടാണ് അവരവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. ഒന്ന് ഇരുട്ടിൽ ജീവിക്കുന്ന പക്ഷികളെയും പകല് ജീവിക്കുന്ന പക്ഷികളെയും 2ആയിട്ട് തരം തിരിച്ചിരിക്കുകയാണ് ഇവിടെ. വീണ്ടും നമ്മൾ ഫ്ലെമിംഗോയുടെ മുന്നിലെത്തിയിരിക്കുകയാണ് കേട്ടോ. പല പോസിലായിട്ട് ഫ്ലെമിംഗോ നമുക്ക് ഫോട്ടോ എടുക്കാൻ ഹെൽപ്പ് ചെയ്തു കേട്ടോ.
ഇവിടെ പക്ഷികൾ കൂട് കൂട്ടിയിരിക്കുന്നതും അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കുന്നതൊക്കെ ആയിട്ടുള്ള കാഴ്ചകൾ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. കരാക്കൽ എന്ന പൂച്ച ഇനത്തിൽപ്പെട്ടിട്ടുള്ളൊരു ജീവിയാണ് കേട്ടോ ഇത്. അതിൻ്റെ ആകർഷണീയത എന്ന് പറയുന്നത് അതിൻ്റെ ചെവി തന്നെയാണ് കേട്ടോ. ഏറ്റവും വേഗത ചെന്ന ഒരു ജീവിയും കൂടിയാണ് ഈ കരാക്കൽ എന്ന് പറയുന്നത്. ഇതിന് മറ്റൊരു പേരും കൂടി ഉണ്ട്, കോക്കാമ്പൂച്ച എന്നും കാട്ടുപൂച്ച എന്നും ഒക്കെ അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ഇവിടെ പ്രാവിൻ്റെ സാദൃശ്യമുള്ളൊരു പക്ഷിയെ കാണാം കേട്ടോ. പക്ഷെ പ്രാവല്ല അത്, പ്രാവിനത്തിൽപ്പെട്ടിട്ടുള്ള രൂപസാദൃശ്യമുള്ള മറ്റൊരു പക്ഷിയാണ് കേട്ടോ. ഇവിടെ അതുപോലെ തന്നെ മയിലിന് സാദൃശ്യമായിട്ടുള്ളൊരു പക്ഷിയും കൂടി കാണാം കേട്ടോ. നമ്മൾ കയ്യിൽ ഫുഡ് വയ്ക്കാനോ അവർക്ക് കൊടുക്കാനോ പക്ഷികൾക്ക് കൊടുക്കാനോ പാടില്ല കേട്ടോ. നമുക്ക് അതിനുള്ള അലോഡ് ഇല്ല നമുക്ക് അവിടെ. നമുക്ക് പക്ഷികളെ കാണാൻ മാത്രമുള്ള പെർമിഷൻ ഉള്ളൂ. നൈറ്റ് ആനിമൽസിനെയാണ് ഇനി അടുത്ത് കാണാൻ പോകുന്നത്. നമ്മൾ പക്ഷികളെ കണ്ട പോലെ തന്നെ ഇവിടെയും പകൽ ജീവിക്കുന്നതും രാത്രിയിൽ കഴിയുന്ന ജീവികളും ഉണ്ട് കേട്ടോ. അതായത് കുറുക്കൻ, മുള്ളൻപന്നി അതുപോലുള്ള മൃഗങ്ങൾ. ഇവിടെ കാണുന്നത് നമ്മൾ കുറുക്കനെയാണ് കേട്ടോ. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുള്ളൻപന്നിയാണ് കേട്ടോ. നമ്മളെ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ ഭയങ്കര എക്സൈറ്റഡിലാണ് കേട്ടോ. അടുത്തായി നമ്മൾ കാണുന്നത് ഡോർമോസ്, അത് മുള്ളെലി എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ജീവിയാണ് കേട്ടോ. ഇത് നമുക്ക് എലിയുടെ ഒക്കെ ഒരു സാദൃശ്യം ഉണ്ട് കേട്ടോ ഈ ഒരു ജീവിക്ക്. അതുപോലെ ഇത് കൂടുതലായി കാണപ്പെടുന്നത് തെക്കേ അമേരിക്ക അല്ലെങ്കിൽ അതുപോലെ പശ്ചിമഘട്ടങ്ങളിൽ നിത്യഹരിത വനങ്ങളിലൊക്കെ ആയിട്ടാട്ടോ കാണപ്പെടുന്നത്. വനാന്തരങ്ങളിലൊക്കെ ആയിട്ട് കാണപ്പെടുന്ന ഒരു ജീവി കൂടിയാണ് കേട്ടോ. അതുപോലെ തന്നെ കാർട്ടൂൺ കാണുന്ന കുട്ടികളാണെങ്കിൽ നമ്മൾ മാഷാബിയറിലുണ്ട് കേട്ടോ. ഇതുപോലെ തന്നെ ഒരു എലീനെ പറ്റിയിട്ട് അവിടെ പറയുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ആയിട്ടൊരു ഫുഡ് കോർട്ട് ഉണ്ട് കേട്ടോ. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് വാങ്ങി കഴിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ട് കേട്ടോ. പ്രത്യേകിച്ചും ചെറിയ കുട്ടികളൊക്കെ ആയിട്ട് വരുന്നവർക്ക് യൂസ്ഫുള്ളാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഫുഡ് കോർട്ടാണ്. ഫുഡ് കോർട്ടിൻ്റെ പുറമേക്കുള്ള വ്യൂ ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ.
നമ്മളെ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ വാതിലൊക്കെ ഓപ്പൺ ആക്കാൻ നോക്കുന്നുണ്ട്, പക്ഷെ അതവിടെ ക്ലോസ് ആണ് ആ ഡോറ്. നമുക്ക് മൃഗങ്ങളെ കണ്ടുകൊണ്ടിരുന്നിട്ട് തന്നെ നമുക്ക് ഫുഡും കഴിക്കാം കേട്ടോ. അതുപോലെ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സജ്ജീകരണം ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ കാണുന്നത് അറേബ്യൻ ഓറക്സ് ആണ്. അതും UAE നാഷണൽ ആനിമൽ കൂടിയാണ് കേട്ടോ. അടുത്ത് നമ്മൾ കാണുന്നത് ഫാസ്റ്റസ്റ്റ് ആനിമൽ ആയിട്ടുള്ള ചീറ്റയാണ് കേട്ടോ. പരിണാമത്തിൻ്റെ ലാസ്റ്റ് ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. നമ്മൾ വീണ്ടും കുരങ്ങന്മാരിൽ തന്നെ എത്തിയിരിക്കുകയാണ്. മനുഷ്യനോട് ഏറ്റവും സാദൃശ്യമുള്ള ഒരു ജീവി എന്ന് പറയുന്നത് നമ്മൾ കുരങ്ങന്മാർ തന്നെയാണ് കേട്ടോ. ഇതൊക്കെയാണ് കേട്ടോ നമ്മളെ അറേബ്യൻ വൈൽഡ് ലൈഫ് സെൻറ്ററിലെ കാഴ്ചകൾ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു നമ്മുടെ വീഡിയോ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.